ബിനീഷ്, റേഷൻ കട തകർത്തത്. എപ്പോഴാണ് ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട ആക്രമിക്കുന്നതിലേക്ക് പോയത്? ഇടുക്കിയിലെ പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയാണോ തകർത്തത്? എപ്പോഴായിരുന്നു സംഭവം? ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിംഷാദ്, രാവിലെ 3 മണിയോടെയാണ് സൂര്യനെല്ലി പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെ വീണ്ടും കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ മുമ്പ് അരിക്കൊമ്പന്റെ ആക്രമണം നിരവധി തവണ ഈ റേഷൻ കടയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റേഷൻ കട പൂർണ്ണമായും തന്നെ അരിക്കൊമ്പൻ തകർത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ റേഷൻ കട പുതുക്കി പണിതത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 13ാം തവണ ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണം ഈ റേഷൻ കടയ്ക്ക് നേരെ ഉണ്ടായിരുന്നത്. ഫെൻസിംഗ് സ്ഥാപിച്ച് നവീകരിച്ച കെട്ടിടമാണ് ഈ ആന തകർന്നത്. അതോടൊപ്പം തന്നെ രാവിലെ വെളുപ്പിന് 3 മണിക്ക് എത്തിയ സമീപത്തുണ്ടായിരുന്ന കൊടിമരം ഫെൻസിംഗ് വേലിയിലേക്ക് മറിച്ചിട്ട് വേലി തകർത്താണ് അകത്ത് കയറിയത്. കെട്ടിടത്തിന്റെ ഭിത്തി ഇടിച്ച് 2 ചാക്ക് അരി ഭക്ഷിച്ചിട്ടുണ്ട്. കെട്ടിടം ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. ഈ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 2 മാസമായി തന്നെ ഈ കാട്ടാനകൾ പന്നിയാറ്, BL-റാം, ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകളിൽ തമ്പടിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മേഖലയിൽ വ്യാപകമായ കൃഷിനാശവും കാട്ടാനകൾ വരുത്തുന്നുണ്ട്. ജിംഷാൻ, ഇത് ഈ ഫെൻസിങ് സ്ഥാപിച്ചതിന് ശേഷവും പിന്നെ എങ്ങനെയാണ് ഈ ആനയ്ക്ക് ഇത് തകർക്കാനാകുന്നത്? അതെന്താണ്? എവിടെയാണ് അത് പരാജയം സംഭവിച്ചത്? ഈ ഫെൻസിംഗ് കാട്ടാന ഈ റേഷൻ കടയ്ക്ക് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ധൈര്യം തന്നെയായിരുന്നു റേഷൻ കട ഉടമയ്ക്കും, അതായത് കാട്ടാനകൾ അകത്ത് കയറില്ല എന്നുള്ളൊരു ധൈര്യം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമീപത്തെ കൊടിമരം ഒടിച്ച് ഈ ഫെൻസിംഗിന് മുകളിലിട്ട് തകർത്ത ശേഷമാണ് ഈ കാട്ടാന അതിബുദ്ധിയായി പ്രവർത്തിച്ച് അകത്ത് കയറിയെന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നീട് കെട്ടിടം തകർത്ത് 2 ചാക്ക് അരി ഭക്ഷിക്കുകയായിരുന്നു. നിമിഷം. ശരി, അപ്പോൾ ഈ ഭക്ഷണം ഇല്ലാത്തതാണ് പ്രധാന വിഷയം എന്ന് തന്നെയാണ് ബോധ്യമാകുന്നത്. അപ്പോൾ ഈ ഫെൻസിങ്ങിനൊപ്പം ഇവർക്ക് അവിടെ കാട്ടിൽ തന്നെ ഭക്ഷണം ലഭിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ വേണം, അങ്ങനെയൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗ ശല്യം ജനവാസ മേഖലയിലേക്ക് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം എന്ന് പറയാൻ തന്നെ ഇപ്പോൾ കടുത്ത വേനൽക്കാലവും ഈ കാട്ടിൽ വെള്ളമോ ഭക്ഷണമോ കിട്ടാത്ത ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ കാട്ടുതീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. ഈ ഇന്നലെ രാത്രി തന്നെ ചിന്നക്കനാൽ മേഖലയിൽ വ്യാപകമായി തന്നെയാണ് വനമേഖല കത്തി പടർന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ഈ കാട്ടാനകൾക്കോ വന്യമൃഗങ്ങൾക്കോ കാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും ഈ വീടുകളും അതോടൊപ്പം തന്നെ കളകളും കൃഷിയെല്ലാം തന്നെ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ളത്. ഏതായാലും ഈ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നിരവധി ഫണ്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ ഈ കാട്ടിൽ തീറ്റയോ അതോടൊപ്പം തന്നെ വെള്ളമോ എത്തിക്കുന്നതിനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇടുക്കിയിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് സർവകക്ഷി യോഗം ചേരുന്നുണ്ട് വന്യമൃഗശല്യം പരിഹരിക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ന് ഇടുക്കി രൂപത 2ാം ഘട്ട സമരത്തിലേക്ക് കഴിഞ്ഞ ദിവസം അടിമാലി KCUമിന്റെ നേതൃത്വത്തിൽ വന്യമൃഗശല്യത്തിനെതിരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചിരുന്നു. ആ നിരാഹാര സമരം ഇന്നലെയായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഇന്ന് വൈകുന്നേരം വലിയ ജനപങ്കാളിത്തം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തത്തിലൂടെ പൂപ്പാറയിൽ ഇന്ന് ഈ വന്യമൃഗശല്യത്തിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഉയർത്താൻ പോകുന്നത്. വൈകുന്നേരം 4 മണിക്കായിരിക്കും ബഹുജന റാലിയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും തന്നെ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെതിരെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഈ കാട്ടുതീ അടക്കം നിയന്ത്രിക്കാൻ, അതിൽ ഫയർ ലൈൻ തെളിക്കാൻ പോലും വനവകുപ്പിനാവുന്നില്ല. ഈ വനമേഖലയിൽ കത്തുന്ന തീ കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാം തന്നെ ഉണ്ടെന്നൊക്കെ തന്നെയാണ് ഈ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ പറയുന്നത്. വനവകുപ്പിന് നിരവധി ഫണ്ട് ഉണ്ടെങ്കിലും അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന ഉദാഹരണം തന്നെയാണ് ഈ വനമേഖലയെല്ലാം തീ കത്തിപ്പെടാനുള്ള കാരണം എല്ലാം തന്നെയാണ് ഈ നാട്ടുകാരും ജനപ്രതിനിധികളും. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിൽ വീണ്ടും റേഷൻ കട തകർത്തു. ചക്കക്കൊമ്പൻ അരി ഭക്ഷിക്കാനാണ് ചക്കക്കൊമ്പൻ ഇത്തരത്തിൽ റേഷൻ കട തകർത്തത്. ഫെൻസിംഗ് അടക്കം തകർത്താണ് റേഷൻ കടയുടെ മതിലുകൾ പൊളിച്ച് അരിയെടുത്ത് ഭക്ഷിച്ചത്. ഇതിൻ്റെ വിവരങ്ങൾ കൂടിയാണ് ബിനീഷ് ആന്റണി നൽകിയത്.